ഷാക്കിർ, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നു വന്നു എന്ന് വേണം കരുതാൻ. അങ്ങയുടെ അഭിപ്രായത്തിൽ പോലും അത്തരത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്ന ഒരു സമീപനം അങ്ങയുടെ വാക്കുകളിലും വളരെ പ്രകടമാണ്. ഷാക്കിറിന്റെ ഫോൺ കട്ടായിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, സമുദായ സംഘടനകൾക്ക് വളരെ എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ്. അതാണ് നമ്മളിപ്പോൾ UDF-ൽ കാണുന്നത്. LDF-ലും ഇത്തരത്തിൽ ഉള്ള ശക്തികൾ വളരെ കൃത്യമായി പിടിമുറുക്കുന്നു എന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ശ്രീ റെജി ലൂക്കോസ്. അല്ല നിലുവ, ഏത് സമുദായ നേതാവിന്റെ തിട്ടൂരമാണ് CPM അനുസരിച്ചായിട്ട് നിങ്ങൾക്ക് ഒരു തെളിവ് വരാൻ പറ്റുമോ? CPM അങ്ങനെയുള്ളവരുടെ സതീശന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിണ്ണനിറങ്ങാൻ പോകാറില്ല. പക്ഷെ സമുദായങ്ങളുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ട്. സമുദായങ്ങൾ മുഴുവൻ വർഗീയവാദികളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. ഞാൻ ഓരോ മനുഷ്യനും ഓരോ സമുദായത്തിലും ജാതിയിൽ ജയിച്ച അവരുടെ കുഴപ്പമല്ലല്ലോ. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനിച്ചു പോയത് എന്റെ കുഴപ്പമാണ്. അവിടെ നിന്നുകൊണ്ട് മതേതരത്തിന് വേണ്ടിയിട്ട് ആശയപരമായ രീതിയിലുള്ള ശാക്തീകരണം നടത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഒരാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മതനേതാക്കളെ തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മതം അനാവശ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വർഗീയപരമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിലല്ലേ ഇപ്പൊ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ താരിഖ് ഹുസൈൻ പറഞ്ഞതിനോട് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ഒരു അഭ്യർത്ഥന ഉണ്ടാകുന്ന വെച്ചാല്, അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ആദ്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു മതേതരവാദി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇടതുപക്ഷ മതേതര ഭാവത്തിനോടൊപ്പം നിൽക്കണം. കാരണം നമ്മുടെ കാലഘട്ടം അത് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു എന്താ പറയാ ഒരു മാനസിക രീതിയിലുള്ള ഒരു പൊരുത്തം അദ്ദേഹത്തെ പോലുള്ളത് സൃഷ്ടിക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളം നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ് തോന്നുന്നത്. കേരളം ഒരു വലിയ വർഗീയ ബോംബ് നിർമ്മാണ ഘട്ടത്തിലാണ്. അത് ഒരിക്കൽ പോലും അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു. അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ തള്ളിപ്പറയുന്ന ഏത് പ്രസ്ഥാനങ്ങളും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള സംഭവം. കേരളത്തിലെ ജനങ്ങൾ അതിന് കാതോർക്കും. കേരളീയ ജനങ്ങൾ ഒരിക്കലും വർഗീയവാദികളോട് പോകുന്നില്ല എന്നുള്ള കാലങ്ങളായിട്ട് തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ഈ തീവ്ര ഹിന്ദുത്വ വാദവുമായിട്ട് വരുന്ന BJP RSS ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റി പോലും അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? കേരളത്തിന്റെ മോഹഭാവം അതാണ്, കേരളത്തിന്റെ പാരമ്പര്യതാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള ശക്തികളെ അംഗീകരിക്കുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയോ ഇപ്പൊ നോക്കി അടുത്ത പ്രാവശ്യം ഈ മുസ്ലിം ലീഗിന് തിരിച്ചടി കിട്ടും. കാരണം ലീഗിന്റെ നിലപാടെന്താ? ലീഗിന്റെ നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ ഷാക്കിന്റെ വായിലൂടെ വന്നില്ലേ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി. അത് ഞാൻ സത്യത്തിൽ ഈ ബംഗ്ലാദേശിന് ഉദാഹരിക്കും. ബംഗ്ലാദേശ് മാത്രമല്ല, ഈ പ്രസ്ഥാനമുള്ള രാടുകളിലെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ചരിത്രത്തിന്റെ ഭാഗമൊന്നുമല്ല. ഈ സമീപകാലത്ത് നടക്കുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്താണ് അവരുടെ ഐഡിയോളജി? മതവാദമാണ്, മതരാഷ്ട്രം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് BJPയുടെ പ്രശ്നവും. CPM-ന് അത്തരത്തിൽ ചില തിരിച്ചറിവുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ പോലും അത്തരത്തിൽ ചില തിരിച്ചറിവുകളിലേക്ക് CPM എത്തുന്നുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അവസാനമായി അങ്ങയോടാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു അഭിമുഖമൊക്കെ ഇപ്പോൾ വൈറലായി വരുന്നുണ്ടല്ലോ. അതായത് മൗദൂദിസം വെടിഞ്ഞുകൊണ്ട് അവർ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നു എന്നാണ് പറയുന്നത്. മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മതപ്രബോധനമാണ് ഞങ്ങളുടെ വഴി, ഇന്ത്യൻ ഭരണഘടനയൊക്കെ അംഗീകരിക്കാം എന്നുള്ള ലൈനിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ചുവട് മാറ്റുന്നു. ഇതൊരു ചുവട് മാറ്റമാണോ അതോ ഈ പറഞ്ഞതുപോലെ ഈ കേരള സമൂഹത്തെ പറ്റിക്കാനുള്ള വിദ്യയാണോ? അത് പറ്റിക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ചുവടുമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ അതിന്റെ കോർ അവിടെ അവർ മാറ്റിവെച്ചു എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ സാധനം ഇല്ല, അത് പിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിക്കപ്പെടുന്നതിന്റെ തന്നെ ഉദ്ദേശം ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്ന് പറയുന്ന കോർ ആശയത്തിന്റെ പുറത്താണ്. അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സാധനം ഇല്ല, അത് മരിച്ചു, വഫാത്തായി എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ കളിക്കാനുള്ള ഒരു അടവ് നയം എന്നുള്ള രീതിയിലൊക്കെ എടുക്കാം. ഒരു തക്കിയ എന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയാറുണ്ട് എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചറിയുന്ന കാലമാണ് ഇന്നുള്ളത്. അത് തിരിച്ചറിയപ്പെടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് അടിവരയിടുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം. ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ വാങ്ങുന്നവരെ കേരളം കരുതിയിരിക്കുക. ഈ പിന്തുണയ്ക്ക് പിന്നിലെ മതരാഷ്ട്രവാദമാണ്. അത് കൃത്യമായി തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ജനഡിബേറ്റ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്.